അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കോണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഹംസിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുകയും എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ചാർച്ചക്കാരോട് കരുണ തോന്നണമേ, സ്നേഹിതരോട് കരുണ തോന്നണമേ, ഇടവയോട് കരുണ തോന്നണമേ. അച്ഛനെയും കൊച്ചമ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമാർക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹമായ കൃപകൾക്ക് സ്തോത്രം ചെയ്തു. നിങ്ങളെ ഇന്ന് ഓടി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശേഷിപ്പുള്ള ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ തിരുനാമത്തിൻ്റെ മഹത്വത്തിനാക്കണമേ. സകല രോഗികൾക്കും സൗഖ്യം നൽകും. രോഗികളെ സൗഖ്യം പ്രാപിച്ച എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അടിയങ്ങളെ തിരുസന്നിധി സമർപ്പിക്കുന്നു. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകണമേ. യേശുവിന്റെ നാമത്തെ യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ലൂക്കോസ് തിയോഫിലോസിന് എഴുതിയ ഈ ലേഖനം എന്ന് പറയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് തിയോഫിലോസിന് എഴുതിയതാണെന്ന് നമുക്കറിയാം. 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കും. 4 അധ്യായങ്ങൾ കഴിഞ്ഞ് 5-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വളരെ സങ്കടത്തിലും നിരാശയിലുമായി കഴിഞ്ഞിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് കർത്താവ് ഉപദേശിക്കുന്ന വാക്കുകളാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അത് ഇന്ന് നമുക്കുള്ള വാക്കുകളാണ്. എന്താണ്? കർത്താവ് ആദ്യമേ ആ പടക് റെന്റായിട്ട് ചോദിക്കുന്നുണ്ട്. വാടകയ്ക്കല്ല, ക്യാഷിനല്ല. ആ പടക് കുറച്ചു നേരത്തേക്ക് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്.
അതിലേക്ക് പിന്നെ വരാം. എന്നാൽ അതിനുശേഷം കർത്താവ് പറയുന്നത് കാര്യമില്ല, ചോദിക്കുന്ന കാര്യമില്ല. കഴിഞ്ഞ രാത്രിയിൽ ഇതിൽ വലുതും കിട്ടിയോ നിങ്ങൾ അധ്വാനിച്ചതിന് ശേഷം? ഇതിൽ ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറയാണ്, ആഴത്തിലേക്ക് നീങ്ങി വലയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ വന്നിരിക്കുന്നത് they have come now with an empty net. They have got nothing. കഴിഞ്ഞ രാത്രിയിൽ മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. ഇവർ വളരെയധികം നിരാശരായി ഒഴിഞ്ഞ വലയുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ സന്ധ്യയിൽ ഈ ദേവാലയത്തിൽ നമ്മളിങ്ങനെ കിഴക്കേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണം, ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കൂടെ ഒരു അനുഭവമാണ്. എംപ്റ്റി നെറ്റ്സ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നു, പക്ഷേ ശൂന്യമായിട്ടിരിക്കുകയാണ്. നമ്മൾ കയ്യിൽ വെള്ളം എടുക്കുന്നത് പോലെ ബന്ധങ്ങളൊക്കെ വെള്ളം കൈവെള്ളയിലെ വെള്ളം ചോർന്നു പോകുന്ന പോലെ ചോർന്നു പോകുന്നു. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നേടാൻ സാധിക്കാതെ കൈവെള്ളയിൽ നിന്ന് ചോർന്നു പോകുന്നു. ആ നെറ്റിൽ നിന്ന് കിട്ടിയത് മാത്രമല്ല, കിട്ടാത്തതും എല്ലാം നമുക്ക് പോവുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കാം. നമ്മൾ ആഗ്രഹിച്ചതൊന്നും ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലെ ലഭിക്കാതെ വന്നേക്കാം. എന്നാൽ ആ സാഹചര്യങ്ങളിലൊക്കെ മറന്നു പോകരുത്. That empty net was allowed by God. മറന്നു പോകരുത്. ഇത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ആത്മീയ തത്വമാണ്. ഈ empty net എന്ന് പറഞ്ഞാൽ that was allowed by God. ഞാനത് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. ഒരുപക്ഷെ ആ രാത്രിയിൽ ധാരാളം കിട്ടിയിരുന്നെങ്കിൽ, വല വീശി ധാരാളം മീൻ കിട്ടിയിരുന്നെങ്കിൽ ആളിനെ അവിടെ കാണത്തില്ല. തൊട്ടടുത്ത മാർക്കറ്റിൽ പോയി കണ്ടുപിടിക്കണം, അല്ലേ? മാർക്കറ്റിൽ പോയാൽ കർത്താവിന്റെ വചനം കേൾക്കാനാണ് അവിടെ സമയമുണ്ടോ? അതിനൊന്നും സമയമില്ല, അവിടെ വേറെ തിരക്കില്ല. മീൻ വിറ്റ് കാശ് വാങ്ങുന്ന തിരക്കില്ല. അതുകൊണ്ട് ഐ വുഡ് സേ യേശു ഒന്നും കൊടുത്തില്ല എന്ന് പറയുന്നതിനകത്ത് എനിക്ക് വലിയ സങ്കടമുണ്ട്. പക്ഷെ എന്നാൽ പോലും that was allowed by God with his knowledge. ദൈവം ആ യേശു കർത്താവ് അറിഞ്ഞാണ് ആ ഒരു എംപ്റ്റിനെ, so that he could walk closer to the life of Peter. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ എംപ്റ്റി നെറ്റ്സ് ആയിട്ട് പലപ്പോഴും നമ്മുടെ കാര്യങ്ങളോ നമ്മുടെ ജീവിതങ്ങളോ നമ്മുടെ കുടുംബ ജീവിതവും ഒക്കെ വളരെ ഒരു എംപ്റ്റി നെറ്റായിട്ട് പലതും നമ്മൾ ഒത്തിരി അധ്വാനിക്കുന്നു, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. എല്ലാം ചോർന്ന് പോവുകയാണ്. ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ പോകും, ലഭിച്ചത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ആയുസ്സും ആരോഗ്യവും പ്രിയപ്പെട്ടവരും സമ്പത്തും എന്തുമായിക്കൊള്ളട്ടെ, അപ്പോഴൊക്കെ ഓർത്തോണം that is allowed by God so that he can walk closer to your life. അതിന് മുമ്പ് ഒരു സംഭവം അത് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കർത്താവ് ആദ്യമേ പീറ്ററിനോട് ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? Can I use your boat? Can I use your boat? നിന്റെ ബോട്ട് ഞാൻ ഉപയോഗിച്ചോട്ടെ. റെന്റിനല്ല, പൈസക്ക് വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാ? As a pulpit for me to use. നിന്റെ ബോട്ട് ഒരു പുൾപിറ്റായിട്ട് ഞാൻ ഉപയോഗിച്ചോട്ടെ. അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് ചോദിക്കുകയാണ്, ആ ബോട്ട് ഞാൻ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് കർത്താവ് അത് തുഴഞ്ഞു പോയി ആഴക്കടലിലേക്ക് പോയി മീൻ വീശാനൊന്നും മീൻ വലിക്കാനൊന്നും അല്ല പോയത്, മീൻ പിടിക്കാനല്ല പോയത്. പോയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ കിട്ടിയേനെ. ഗെനസരത്തിൽ നടക്കുന്ന സംഭവമാണ്. ഗെനസരത്ത് തടാകം എന്ന് പറയുന്നതും ഗലീല കടൽ എന്നൊക്കെ പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ വലിയ ലേക്കാണ്. പക്ഷേ അവിടെ പോയിരുന്നെങ്കിൽ ധാരാളമായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ കർത്താവിന് അതൊന്നും അല്ല അവിടെ ഇമ്പോർട്ടന്റ്. എന്താണ് ഇമ്പോർട്ടന്റ് എന്ന് അറിയാമോ? I need to use your boat as my pulpit. നിന്റെ ജീവിതത്തെ, നിന്റെ ബോട്ടിനെ എന്റെ പുൾപിറ്റ് ആക്കിക്കോട്ടെ. Can I use your life as my pulpit? നിന്റെ ജീവിതത്തെ എന്റെ ഒരു പുൾപിറ്റായിട്ട് ഞാൻ ഉപയോഗിച്ചോട്ടെ എന്നാണ് കർത്താവ് വേറെ അർത്ഥത്തിൽ ചോദിക്കുന്നത്. ഇത് നമ്മളുള്ള വലിയൊരു ചലഞ്ചാണ്. കാരണം നമ്മള് വലിയ എന്തെല്ലാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന ആളുകളാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്രീംസ് ആൻഡ് വിഷസ് ഉണ്ട്. പക്ഷേ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, can I use your life as my pulpit so that through that pulpit others will come closer to God? നമ്മുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫിലെ സെലിബ്രേഷൻസിനൊന്നും ഒരു അർത്ഥമില്ല. നമ്മുടെ ജീവിതത്തിലെ ജോലി കൊണ്ട് അർത്ഥമൊന്നുമില്ല. ഈവൻ നമ്മുടെ ഈ ആരാധന കൊണ്ട് പോലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എപ്പോഴാണെന്ന് അറിയാമോ? if we are not allowing God to use our life as a pulpit for God. നമ്മുടെ ജീവിതത്തെ ഒരു പുൾപിറ്റായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ പുൾപിറ്റായിട്ട് ഉപയോഗിച്ചപ്പോൾ അവിടെ രണ്ട് മിറക്കൽ എന്നല്ല പറയുന്നത്, ഒരു വലിയ രണ്ട് ബിഗ് ഇൻസിഡൻസ് അവിടെ നടന്നിട്ടുണ്ട്. രണ്ട് മേജർ ഇൻസിഡൻസ് അവിടെ നടന്നിട്ടുണ്ട്. ഈ പുൾപിറ്റ് കർത്താവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാമോ? ഒന്ന്, മീൻ കിട്ടി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് I would say he moved to the deeper sea, deeper side of the Gennesaret, deeper side of the Galilee,
ഷോറിൽ നിന്ന് വിട്ടുപോയി. He moved out from the shore. ഈ ഷോർ എന്നൊക്കെ പറഞ്ഞത്, തീരം എന്നൊക്കെ പറയുന്നത് ഷാലോ വാട്ടർ അല്ലേ? ഷാലോ വാട്ടർ അല്ലേ? അവിടെ നിന്ന് നമ്മൾ ബോട്ടിലൂടെ കാര്യം വെച്ച് കയറുന്നത് വെള്ളം കുറവല്ലേ? ഷാലോ വാട്ടർ മീൻസ് ഷാലോ സ്പിരിച്വാലിറ്റി. നിന്റെ ഈ ഷാലോ സ്പിരിച്വാലിറ്റിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് യു നീഡ് ടു മൂവ് ഇൻ ടു ദ ഡീപ്പർ വാട്ടർ. ഇത് നമ്മളോടൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നെങ്കിൽ നിങ്ങളോടും ഈ പറയുന്ന എന്നോടുമുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. When are we going to move to the deeper water from this shallow shore? ഈ ഷോറിൽ നിന്ന് നമ്മൾ എത്ര ടൈം വേസ്റ്റ് ആക്കിക്കൊണ്ട് കളഞ്ഞിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ എന്താണോ ഞാൻ പറയുന്നില്ല, നിങ്ങൾ അവരവരുടെ കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ ഈ ഷോറിൽ we are wasting your time and energy and lot of opportunities remaining in this shore, in this shallow spirituality, in this shallow life. No, we need to move further. We need to move forward. അതാണ് ദൈവം വരെ നമുക്ക് നൽകുന്ന വലിയൊരു കോൾ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനല്ല. ഷാലോ വാട്ടർ വളരെ ഈസിയാ. എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാം, എപ്പോൾ വേണമെങ്കിലും കരയ്ക്ക് കയറി പോവാം, കാല് നനയ്ക്കാം, ഒന്നും സംഭവിക്കാനില്ല. Nothing is going to happen. അവിടെ കിടക്കുന്ന ഒരു വലിയൊരു ഷിപ്പാണെങ്കിൽ പോലും nothing is going to happen. A ship in the harbor is safe, but that is not what the ships are built for. അതിങ്ങനെ ഡീപ്പർ സീയിലോട്ട് പോയേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു ഡീപ്പർ സീയിലോട്ട് പോയി എന്നുള്ളതാണ് അവിടുത്തെ ഒന്നാമത്തെ ഒരു വണ്ടർ. Secondly, he could experience God in the deep sea. He could experience God in the deep water. ഈ ഷാലോ വാട്ടറിൽ ദൈവത്തിന് എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും പറഞ്ഞേക്കരുത് കേട്ടോ. ഷാലോ വാട്ടറിൽ ദൈവത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. You can experience God. You can experience the presence of Jesus at any point of time. But that is more when you are in the deep water. നമ്മുടെ ജീവിതത്തിന്റെ വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അങ്ങേയറ്റം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഇനി ജീവിതം എങ്ങനെ മുൻപോട്ട് പോകും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, സന്ദേഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, ഡൗട്ട് അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, be strong, be quiet, be still and realize that this is a good God. കാരണം Peter could experience the presence of God in the deep water. അവിടെ ഒരു വലിയൊരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഈ ഗോഡ് എക്സ്പീരിയൻസ് മാറ്റി നിർത്തുന്നവനല്ല നമ്മുടെ കർത്താവ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് നമ്മുടെ ജീവിതത്തോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യം ഇതാണ്. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള പർപ്പസ് നമ്മളൊന്ന് റിയലൈസ് ചെയ്യണം. Are we standing before God with an empty net? With an empty life? ഇനിയും സ്കോപ്പ് ഉണ്ട്. കാരണം കർത്താവ് പറയുന്നത് I can use you. I want to use your life as my pulpit so that others will come closer to you. I want to come to your life so that you will be blessed. കാരണം അങ്ങനെ രണ്ട് വലിയ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. കർത്താവ് ഈ പീറ്ററിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഒന്ന്, he could move to the deeper sea from the shore. From the shallow spirituality, he could go deeper to the deeper spirituality. Secondly, in the deep water, he could experience the presence of Jesus Christ. ഇത് പീറ്ററിന്റെ ജീവിതത്തിൽ ഇതിനകത്ത് പറയുന്ന ഒരു കെട്ടുകഥയാണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത് കേട്ടോ. ഈ സന്ധിയിൽ ദൈവം നമ്മളോട് പറയുന്നത് this is going to be the real experience in your life and in my life. അതിന് നമുക്ക് ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. പീറ്റർ പറഞ്ഞത്, കർത്താവേ ഞാനിതാ സമർപ്പിക്കുകയാണ്, ഞാൻ പോകാം, നിന്റെ വാക്കിന് ഞാൻ മലയാളം, നിന്റെ വാക്കിനനുസരിച്ച് ഞാൻ ജീവിക്കാം. നമുക്ക് കണ്ണുകളെ വയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയെങ്കിൽ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, നിന്റെ വചനം ഏത് ഹൃദയത്തെയും തുളച്ചു കയറുന്ന, സന്ധി മജ്ജകളെ തുളച്ചു കയറുന്ന വലിയ വചനമാകിയ സ്തോത്രം ചെയ്യുന്നു. നീ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ, നിന്റെ വചനം കേൾപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ എംറ്റിയായ അനുഭവങ്ങളിൽ, ശൂന്യമായ അനുഭവങ്ങളിൽ നീ ഞങ്ങളുടെ കൂടെയുള്ള ദൈവമാകിയ സ്തോത്രം. നീ ഞങ്ങളുടെ ജീവിതത്തെ എടുത്ത് ഉപയോഗിക്കുന്ന ദൈവമാകിയ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഷാലോ സ്പിരിച്വാലിറ്റിയിലാണെങ്കിൽ കർത്താവെ കുറച്ചും കൂടെ നിന്നിലേക്ക് ചേർന്ന് ജീവിക്കാൻ ആവശ്യമായ ദൈവകൃപ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ ക്രൈസിസിലും നീ ഞങ്ങളോട് കൂടെയുണ്ട്, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ട്, കയ്യെത്തും ദൂരത്തുണ്ട് എന്നുള്ള അനുഭവം മനസ്സിലാക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കുന്നേ. അതിനെതിരെ വലിയ കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഞങ്ങളെ നൽകിയിരിക്കുന്നു. തുടർന്നുള്ള എല്ലാ മീറ്റിംഗിലും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. അങ്ങനെ എല്ലാവരും ഒരുക്കിയിരിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. It is a truly blessed occasion
to stand here to celebrate the 50th anniversary of our dear boy child, Dr. Mamansi Jacob and Mrs. Mary Jacob. When we say 50th anniversary, the 50 is a number, but it's not just a number. It's a lifetime of testimony of love, patience, and now is a time of remembering the grace of God. May I request Bochan and Amma to please come to the stage. Asked his grandfather, who completed more than 50 years in his married life. And they both, our grandfather and grandmother, they were all sitting together and chatting. How did you manage, or how did you guys, grandma and grandpa, manage to live this long as a married couple? The grandfather, usually very funny in his conversations, he said, in our times, when something was broken, we did not throw it away. Rather, we fixed it and continue to use it. Marriage is the same thing. Things so. Sometimes there are broken times, but it is how we try to mend it with challenges of love and strengthening each other with patience and trusting in God. I believe that's what happened in Bochan and Amama's life. പ്രിയപ്പെട്ട ബോച്ചാനെ സംബന്ധിച്ച് പറഞ്ഞാൽ അമേരിക്കൻ മലയാളികളുടെ ഇവിടുത്തെ മലയാളികൾ നമ്മുടെ ഓരോരുത്തരുടെയും ചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ചാലോ തീർച്ചയായിട്ടും ഏറ്റവും ഒന്നാമതും ഉയർന്ന ശ്രേണിയിലും ബോച്ചാന്റെ പേര് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. ഫൊക്കാന എന്ന ആഗോള പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും അതിന്റെ ആദ്യകാല നേതൃത്വം വഹിക്കുകയും നമ്മുടെ നാമസഭയുടെ തന്നെ ഈ ഡയസിന്റെ തുടക്കക്കാരനായിട്ട് അതിന്റെ സംഘടനാ നേതൃത്വം വഹിക്കുകയും അതുപോലെ തന്നെ വിവിധ പ്രസ്ഥാനങ്ങൾക്കും ഇന്ന് അമേരിക്കയിലെ ജനഹൃദയങ്ങളിൽ നല്ല നേതാവ് എന്ന് പേര് ഈ സമയത്ത് അർഹമായിട്ടുള്ള ഒരു പ്രമുഖമായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ബോച്ചാൻ. സൗത്ത് ഫ്ലോറിഡയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നേതൃത്വം തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഞാൻ ദീർഘമായി കണ്ടിട്ടില്ല. ദൈവം സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അച്ഛൻ പറഞ്ഞു ഞാൻ MC ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പ്രിയപ്പെട്ട മക്കളോട് സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ട ബിനായും ബ്ലസ്സിയും ഒക്കെ ഉണ്ട്, ഇവിടെ ഫാമിലീസും ഒക്കെ ഉണ്ട്. സോ ബ്ലസ്സി is going to take over the MC part. I'm going to say just a couple more words and then I'm going to hand over to Blessy. ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ ബോച്ചാനോടൊത്ത് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഒക്കെ എനിക്കും ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കുവാനും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അറിയുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. താൻ ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും 100% കമ്മിറ്റ്മെന്റോട് പ്രവർത്തിക്കുവാനായിട്ട് വലിയ ഒരു കഴിവ് ബോച്ചാനുണ്ട്. റെസിസ്റ്റൻസ്, ഹാർഡ് വർക്ക്, ഒരിക്കലും തളരുകയാണ്. പല
പ്രയാസങ്ങളുള്ള സാഹചര്യങ്ങളിൽ, അത് നേതൃത്വത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും, ഓരോ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോഴാണെങ്കിലും അവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാനായിട്ട്, മുന്നോട്ട് പോകുവാനായിട്ട്, തളരാതെ മുന്നോട്ട് പോകാനായിട്ട് വലിയ ഒരു ശക്തിയും കഴിവും പ്രിയപ്പെട്ട ബോബിച്ചാൽ, എതിർപ്പുകളൊക്കെ വന്നാൽ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തലത്തില് അദ്ദേഹത്തിന് നിൽക്കുവാനായിട്ട് ഇടയാകുന്നത്. ഈ ദൈവകൃപ തുടങ്ങിയപ്പോഴ മുതലുള്ള ആളുകൾക്കറിയാം, പാട്ടുകൾ അദ്ദേഹം തെരഞ്ഞെടുത്തത് ദൈവ കൃപ എന്തുമാത്രം തന്റെ ജീവിതത്തിൽ അനുഭവിച്ചു എന്നതിന്റെ തെളിവാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് മാത്രമേ പറയാറുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് അർഹിക്കുന്നതിൽ ഒത്തിരി അധികം നന്മകൾ ദൈവം നൽകിയിട്ടുണ്ട്. ദൈവം എടുത്തുപയോഗിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ബോബിച്ചാന്റെ. എപ്പോഴും തനിക്ക് തുണയായിട്ട് മേരിക്കുട്ടി മാമ കൂട്ടത്തിലുണ്ടായിരുന്നു, കൂട്ടത്തിലുണ്ട്. അത് ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ ഈ കുടുംബത്തെ എല്ലാവരുടെയും പേരിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമ്മളിപ്പോൾ ഒരു പാട്ട് പാടും. ആ സമയത്ത് I would request everybody to please come forward and take over. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ എന്നുള്ള പാട്ട് പാടും. So blessing you may please come. ഈ പ്രത്യേക സന്ദർഭത്തിൽ ശശാൽ ഡോക്ടർ മാമൻ ജയിച്ചപ്പിൻ്റെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ സന്തോഷ സമയത്ത് ഞങ്ങൾക്കും കുടുംബമായിട്ട് ഇതിൽ പങ്കെടുക്കുവാൻ തിരുവനാരിയും സഹായിച്ചതോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒക്ലഹോമയിൽ നിന്ന് ചില വർഷങ്ങൾ താമസിച്ച ശേഷം 87-ലാണ് ഞങ്ങൾ ഫ്ലോറിഡയിലേക്ക് വന്നത്. അന്ന് മുതൽ പ്രിയ ബോബി എന്ന കോമൻ പേരിൽ അറിയപ്പെടുന്ന ശ്രീ ഡോക്ടർ മാമൻ സിദ്ദീഖിനെ പരിചയമുണ്ട്. ഞങ്ങളുടെ ഏത് കാര്യങ്ങൾക്കും അദ്ദേഹം മുൻപന്തിയിൽ തന്നെയാണ്. പെന്തക്കോസ്ത് സഭകൾക്ക് ഇവിടെ ഒരു ആരാധനാലയം സൺറൈസിൽ വാങ്ങുമ്പോൾ അദ്ദേഹമാണ് ഞങ്ങൾക്ക് മുമ്പിൽ നിന്ന് വാങ്ങിത്തന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരമായുള്ള
അധ്വാനങ്ങൾക്കൊന്നും തനിക്ക് ലഭിക്കേണ്ട കമ്മീഷനൊന്നും വാങ്ങിക്കാതെ അത് മുഴുവനും ചർച്ചിന് ദാനം ചെയ്തത് ഞാനിപ്പോൾ ഓർക്കുന്നു. അത് ഞങ്ങൾ വിറ്റിട്ട് ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് ഒരു കോൺട്രാക്ട് എഴുതിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് വിഷയങ്ങൾക്കും മുമ്പിൽ നിന്ന് പ്രവർത്തിപ്പാൻ എപ്പോൾ വിളിച്ചാലും താൻ സന്നദ്ധനാണ്. എൻ്റെ മൂത്ത മകൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഹൈസ്കൂളിൽ എന്തോ ക്ലാസ് കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു വണ്ടിയെ ചിന്തിച്ചു. ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. സ്കൂളിൽ നിന്ന് പോലീസുകാരൊക്കെ വന്നു, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങ് പോന്നു. അവളെന്നെ വിളിച്ചു, ഞങ്ങൾ വിളിച്ചു പോന്നു. ഞാൻ ചില ദിവസം കിട്ടി കഴിഞ്ഞപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് വന്നു. സാരമില്ല എന്നാണ് അന്ന് കരുതിയത്. എന്നാൽ പെട്ടെന്ന് ഞങ്ങൾ കോർട്ടിൽ ചെല്ലണമെന്നുള്ളത് ഞാനും എൻ്റെ മോൾ ഗ്രേസും ബോയ്സും കൂടെ അവിടെ ചെന്നപ്പോൾ എൻ്റെയും എൻ്റെ മോളെ ലൈസൻസ് അവരെ വാങ്ങി. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് 2 പേർക്കും വണ്ടി ഓടിക്കാൻ പറ്റില്ല. അന്ന് ആ സമയത്താണ് ഓജേഷൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ആ സന്ദർഭത്തിൽ ഇൻഷുറൻസുകാരുമായിട്ട് ആ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് വളരെ മാന്യമായ രീതിയിൽ ചെയ്തു തന്നത് പ്രിയ ബോബി അങ്കിളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷം. ഏത് സന്ദർഭത്തിൽ പതിനായിട്ടായാലും രാവിലെ ആയാലും എപ്പോൾ വിളിച്ചാലും ഉടൻ മറുപടി ഉണ്ട്. അതിനുള്ള ഫോർമാലിറ്റി പറഞ്ഞു തരും. അങ്ങനെ ഈ ദേശത്ത് തന്നെ ഒരു നല്ല സാക്ഷ്യം വഹിക്കുന്ന ഒരു പ്രിയപ്പെട്ടവനാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. 50 വർഷത്തെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. ഞാനിപ്പോൾ 51ാമത്തെ വർഷം തികയാൻ വേണ്ടി പോകും. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സമയം തരികയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കിടന്നെന്ന് പറയും. കാർമേഘത്തിന്റെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, കൊടുങ്കാറ്റുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ദൈവങ്ങളുടെ കുടുംബത്തിന്മേൽ ഉണ്ടായിരുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഈ അച്ഛനിവിടെ അല്പസമയം സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ പത്രോസിന്റെ വിഷയത്തെക്കുറിച്ച്. അച്ഛൻ വായിച്ചു നിർത്തിയ ഭാഗത്തിന് അടുത്ത് എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: പത്രോസ് യേശുവിനെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഞങ്ങൾക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. സാധാരണ രീതിയിൽ ലഭിച്ച നന്മകളുടെ മുൻപിൽ അല്ലെങ്കിൽ നന്മകളിൽ വീഴുന്നവരാണ് നമ്മളെല്ലാം. ഞാനും നിങ്ങളെല്ലാവരും ദൈവം ചെയ്ത നന്മകളുടെ മുൻപിൽ വീഴുന്നവരാണ്. എന്നാൽ പത്രോസ് അതല്ല ചെയ്തത്. നമസ്കരിക്കേണ്ടവനെ അല്ലെങ്കിൽ യേശുവിനെ നമസ്കരിച്ചായി കാണാൻ കഴിയും. പല വിധത്തിലുള്ള നന്മകൾ ഈ പ്രിയ കുടുംബത്തിന് കർത്താവ് നൽകി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും വലിയ കാര്യമായിട്ടെണ്ണാതെ ദൈവത്തെ സേവിക്കുന്ന ഒരു കുടുംബമായി തീർന്നിരിക്കുന്നു എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും സന്തോഷിപ്പാൻ വഴിയുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. അത് അവരുടെ മക്കളെ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. ദൈവത്തെ ഭയപ്പെടുന്നവരും മൂത്തവരെ അനുസരിക്കുന്നവരും കുടുംബ ബന്ധം കാക്കുന്ന ഈ 2 പേരുടെയും കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്. സഭാപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കാക്കുന്ന ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ്. അത് ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇസ്രായേൽ നാട്ടിൽ ഈജിപ്തിൽ നിന്ന് കനാലിലേക്ക് പോകുമ്പോൾ യോർദാൻ കഴിഞ്ഞ് കനാലിൽ പ്രവേശിച്ചപ്പോൾ യോശുവ ഇങ്ങനെ എല്ലാ ജനത്തെയും കൂട്ടി ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്ക് ഏത് ദൈവത്തെ വേണമെങ്കിൽ സേവിക്കാം, എന്നാൽ ഞാനൊരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ അമേരിക്കയിൽ വന്ന് വളരെ വളരെ നന്മകൾ ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. ശേഷാൽ പ്രിയ ബോബി സഹോദരൻ. എന്നാൽ അവർ കുടുംബമായി ദൈവത്തെ സേവിക്കുന്നു എന്നറിയുക. താൻ ഉൾപ്പെട്ട സഭയോട്
മറ്റുള്ള സഭകളോട് ഒക്കെ സ്നേഹവും സഹോദരത്തിൽ പുലർത്തുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയും ചെയ്തു. ഇവരുടെ കുടുംബജീവിതത്തിന് ഇത്രയും ധന്യമായ ഒരു രംഗം ഉണ്ടാകുന്ന കാര്യം പ്രിയ മേരി സിസ്റ്ററുടെ വിഷയം കൂടാണ്. ഒരിക്കലും ഒരാൾ പറഞ്ഞു, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം അങ്ങനെ കിട്ടത്തില്ല, എല്ലാവരും ന്യായസ്ഥം നോക്കി ചെന്ന് നിൽക്കേണ്ടതായിട്ട് പ്രതിഫലം കൊടുക്കുമ്പോൾ ഈ ഭാര്യ പ്രതിഫലം വാങ്ങിച്ച് മുൻപോട്ട് അങ്ങോട്ട് നീങ്ങുമ്പോൾ ഒരാൾ തമാശയ്ക്ക് പറഞ്ഞാണ്, നീങ്ങുമ്പോൾ ആ ഭാര്യയെ തിരിച്ചു വിളിച്ച് ദൈവം തമ്പുരാൻ എങ്ങനെ പറയുമെന്നാണ് പറയുന്നത്, നീ ഈ പുരുഷനെ ഇത്രയും നാൾ ഉപേക്ഷിക്കാതെ കൊണ്ട് നടന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ അവാർഡ് എടുത്തിരുന്നു. അത് ഞാൻ സാറിനെ പറ്റി പറയുന്നില്ല. അത് പ്രിയ ബെനിഫിറ്റ്സാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ പിന്നീട് സഹായിക്കും. ഇവരെ കാണുമ്പോൾ അവർ വളരെ മാന്യമായിട്ടും സൗമ്യമായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതൊക്കെ ഭീതിയാണ് പറയുന്നത്. അത് അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി അനേക വർഷങ്ങൾ ഉത്തമമായി ജീവിക്കാനുള്ള ഭാഗ്യവും പദവിയും അവർക്ക് കൊടുക്കട്ടെ. ദൈവത്തെ സേവിച്ച് ഈ പള്ളിയാകട്ടെ ഈ പ്രദേശത്തുള്ള എല്ലാ കട്ടസഭകളുടെയും ഞങ്ങളുടെ സഭ ഇന്ത്യ കട്ട ദൈവസഭയുടെയും എല്ലാവരും ആശംസകളും ഞാൻ കുടുംബത്തിന്റെയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. കർത്താവിനെ സഹായിക്കും. Thank you, Pastor Casey John. Also, I'd like to thank all the ushers and pastor for being here and making this occasion that much more blessed. At this time, I would like to call some of my uncles forward, Mr. Philip Cherimel and Mr. Varghese Jacob. Respected ushers, beloved pastor, family members and friends. First of all, I congratulate Bobby and Mary for their 50th wedding anniversary and thank God. 50th wedding anniversary is a significant milestone known as the Golden Anniversary. The golden refers to the precious metal, symbolizing the endurance and precious nature of 50 years of relationship. Reaching 50 years of marriage is an accomplishment as only a small percentage of people can meet that achievement. According to USL, only 6 to 7% of US couple reach such a number. I have known Bobby since 1958 and we studied together for a couple of years. And I have known Mary since 1975. We moved to Florida together in the late 70s, and since then we worked together in different activities. Recently we were in India. We traveled together to various places and attended various charity projects. Today I look around this room, I see your legacy in the faces of your children, grandchildren, and countless lives you have touched. Bina Blessy Pinoy, you are lucky to have such a wonderful parents. Behind every successful man, there is a woman. Mary is also support and encourage. Your past she is quiet and she is loved her husband and children and grandparents. And a little different. And the wife who was like, I am going to what is the name? May you have continued to share the
shine upon the light towards graceful joy. Again, I congratulate you on your 50th wedding anniversary. I conclude my short speech with a short Bible words. They are better than one because they have a good return for their labor. If either one of them falls down, one can help the other up. On behalf of the Western Prayer Group and my family, wish you a very happy and blessed 50th anniversary. Thank you. Thank you, uncles. Next up, we're going to have Mr. M.B. Chapo and Ms. Hannah Jacob to come forward and also say a few words. Thank you. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട അതിഥികളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പാസ്റ്റർ കേസി, ഇന്ന് സന്തോഷത്തിന്റെ ഒരു ദിനമാണല്ലോ. പ്രിയ ബോബിയുടെയും മേരിയുടെയും കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചതിന്റെ 50ാം വാർഷികം ഘോഷിക്കുന്നതിനാണല്ലോ നാം എല്ലാവരും ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ച് 2 വാക്ക് പറയുന്നത് ഉചിതമാണല്ലോ. ആദ്യം മേരിയിൽ തുടങ്ങാം. മേരി എന്നും നേരെ താഴെയുള്ള അനുജത്തിയാണ്. വേറെ 4 പേരോടുണ്ട്, നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഞങ്ങളുടെ ജീവിതയാത്രയുടെ പല ഘട്ടങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തവരാണ്. നേഴ്സിംഗ് പഠിക്കാൻ പോയത് ഡൽഹിയിൽ സെയിൻറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. അമേരിക്കയിൽ വന്നത് ഒരുമിച്ചാണ്. ന്യൂയോർക്കിൽ ജോലി ചെയ്തത് സെയിം ഹോസ്പിറ്റലായിരുന്നു. ഒടുവിൽ 1977 ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്തതും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എന്ന് വേണ്ട, മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സെയിം ICUയിലാണ് ഞങ്ങൾ ദീർഘനാളുകൾ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പ്രത്യേക സ്നേഹവും കരുതലും എനിക്ക് അവളോടുണ്ട്. മേരിയെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ ശാന്തശീലിയാണ്, മിതഭാഷിണിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി എന്നെ കളിയാക്കിയത്. സന്ദർഭവും സാഹചര്യവും നോക്കി സംസാരിക്കാനും മറ്റുള്ളവരോട് ഇടപെടാനുള്ള ഒരു പ്രത്യേക കഴിവ് അവൾക്കുണ്ട്. ഒരു ഉത്തമ ഭാര്യയാണ്. എന്ന് വെച്ചാൽ ഗോവിയെ പുട്ടപ്പിയത് 50 വർഷം ജീവിച്ചപ്പോൾ അവൾ അങ്ങനെ ആയില്ലെങ്കിലേ അതിശയം. കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാതാവ്, കൊച്ചുമക്കൾക്ക് ഒരു നല്ല ഗ്രാൻഡ്മായുമാണ്. സമയക്കുറവുകൊണ്ട് ഇവിടെ ഞാൻ അവളെ കുറിച്ച് പറയാനുള്ളത് നിർത്തുകയാണ്. ഇനി ഗോവയെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഗോവയെ കുറിച്ച് പറയാൻ ധാരാളം കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എല്ലാം ഇപ്പോൾ പറയാനുള്ള സമയമില്ല. ഞാൻ ന്യൂയോർക്കിൽ വന്ന ഏതാനും മാസങ്ങൾക്ക് ശേഷം ഗോവയെ പരിചയപ്പെടാനിടയായി. 1975 സെപ്റ്റംബർ 13 ഇവർ വിവാഹിതരായി ന്യൂയോർക്കിൽ വെച്ച്. അവരുടെ ആ വിവാഹത്തിൽ പങ്കുചേരുവാൻ എനിക്കും ഡാഡിക്കും ഭാഗ്യം ലഭിച്ചു. അന്നു മുതൽ ഞങ്ങളുടെ അമേരിക്കയിലെ യാത്ര ഏതാണ്ട് ഒരുമിച്ച് തന്നെയായിരുന്നു. പല നല്ല സ്വഭാവവിശേഷങ്ങളുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഗോവി. സമയക്കുറവുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പരാമർശിച്ചു കൊള്ളട്ടെ. ഹീസ് എ മാൻ വിത്ത് സ്ട്രോങ് വിൽ ആൻഡ് ഡിറ്റർമിനേഷൻ. ഒരു കാര്യം നേടണമെന്ന് മനസ്സിൽ തോന്നിയാൽ അത് നേടിയിരിക്കും. ഗോവിയുടെ മറ്റൊരു സവിശേഷത, നമ്മളൊരു പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാക്കിയാൽ ഏത് സമയമാണെങ്കിലും, പാതിരാത്രിയാണെങ്കിലും അസമയമാണെങ്കിലും സഹായ വസ്തുവുമായി ഓടി വരികയും തന്നാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കുകയും ചെയ്യും. അത് കുടുംബത്തിൽ മാത്രമല്ല, കമ്മ്യൂണിറ്റിയിലായാലും ചർച്ചിലായാലും നെയ്ബർഹുഡിലായാലും കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ആവശ്യഭാരവുമായി കഴിയുന്നവരുടെ കനിവ് കാണിക്കുന്ന ഒരു ഹൃദയം ഗോവിയിലുണ്ടെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഹീസ് എ ഗ്രേറ്റ് ഹസ്ബൻഡ് എന്ന് പറയുന്നതിൽ അതൊരു അതിശയോക്തിയുമില്ല. മേരി കഴിച്ചോ കഴിക്കാതെ ഗോവി കഴിക്കാറില്ല. എനിക്ക് നല്ലോണം അറിയാവുന്ന
കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ തന്നെ ഒരു ഉച്ച സമയമായിരിക്കും, ഭക്ഷണം റെഡിയായിരിക്കും, എത്ര നിർബന്ധിച്ചാലോ മേൽക്കൂട്ടി കഴിക്കാതെ അവിടെ ഇരിക്കുക. ഞാൻ പറയുന്നത് ചെല്ലാം. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ബോബിയെ കുറിച്ച് പറയാനായിട്ട്. ഇവിടെ പലരും അതൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഏത് സ്റ്റേറ്റിൽ ചെന്നാലും മാമിൻസി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബോബി എന്ന് പറഞ്ഞാൽ അറിയാത്ത വ്യക്തികൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഫ്ലോറിഡ വിസിറ്റ് ചെയ്യാൻ വന്നാലും അവിടെ ബോബി എന്ന് പറയുന്ന ഒരാളുണ്ട്, പുള്ളിയെ കണ്ടാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. അങ്ങനെയും പുള്ളിക്ക് ഗൈഡൻസും കിട്ടാറുണ്ട്. രണ്ട് സൈഡും ഉണ്ട് ഇതിന്. സോ ബോബി പലപ്പോഴും ഇനിയും പറയണമെങ്കിൽ നീണ്ടു പോകുന്നത് ഡൽഹി കൺക്ലൂഡ് ചെയ്യാം. സോ ബോബി ആൻഡ് മേരി, congratulations on your 50 incredible years together. You have built a beautiful life and a beautiful family. You have shown us all that love only grows stronger with time. May God bless you both and keep you happy and healthy for many more years. Thank you. Thank you, Mele Uncle and Punyamati. Next up, we'll have our close family friend, Mr. John Titus, who's the former past president of FOMA, and Ms. Kusuma Anti come forward, please, to share a few words. Bless the Lord, O my soul, and all that is within me, bless his holy name. Bless the Lord, all my soul, and forget not all benefits. Psalm 103 verses 1 and 2. Respected Achans, Pastor Bobby Merikuti, dignitaries, families and friends. It is a great privilege for Kusuma and myself to be here with you as we celebrate 50 years of wedded life of Bobby and Mary. Think about it, 50 years. 50 years is actually 600 months, over 2,600 weeks, more than 80,000 days. That is a long time. There are countless shared memories they have. It is raising a family, building a home, building a society, church, community, growing through challenges and celebrating life's joy. It has been a wonderful journey for both of them. I think the first time I met Bobby was in the mid-1980s at a family conference in Los Angeles, right? It has been nearly 40 years. We kept our relationship strong all these years. When I think of this couple, one thing sticks in my mind is their ability to care for other human beings. I know it was already been mentioned. They were at the forefront of building many community projects. I was privileged to be working with the Students Center in Manipal in 1990, which was a Bobby's dream project which he started a few years before that. I tell you another example. Whenever we are here in town, Bobby and Mary could make sure that if they make something special, could be pickles or whatever, Bobby will drop by and give us something each time that we are at the house. So and I were actually privileged to be in the Sabha Council. She had represented in 2008 to 2011, and I was in 21 to 24. Bobby was instrumental in both of our victories, whether he had called many people and through his connections. I could go on, but due to the time limit, let me cut this solicitation short by wishing both of them happy golden anniversary, and may God Almighty bless you both and use you for the glory of His kingdom in the coming years.
God has made a plan to work with you. Thank you. A few things again. My husband already told most of the stuff. Obi and Merikuti, congratulations. I just want to say, we always felt our friendship grow over the years, and you helped us with a lot of things, especially like he said, the Sabha Council, that you are very instrumental getting me elected and also him. So we really appreciate all your support, and I wanted to say thank you. I always felt like you are a good friend, and always felt like a big brother to us, and always very caring and supportive of everything we do also. Thank you for that. And Merikuti is also very supportive and helpful alongside with Bobby. As you all know, she always had a smile on her face, and I always felt like a sisterly affection when I am around Merikuti. Always very caring and asking how we are and how the children. And they are blessed with 3 beautiful children, grandchildren, and many more. So you are really God's blessing. Life always been very, 50 years it's been long, but life is full of ups and downs. But I think your faith in God really sustained you both through your difficult times and also good times. So we wish you both many, many more happy years ahead, healthy, happy years ahead, and may God bless you and protect you many the years ahead. Thank you both. Thank you, Titus Uncle and Auntie, for your kind words. Next up, we'll have another close family friend, our in-law. He's from Canada, Mr. Daniel Curie. Please come forward. Merchants, foreign pastor, Bobby, the celebrities of the day, Bobby and Merikuti, and all who are present here. Probably handful of people are familiar to me and vice versa. My name is Daniel Kurian. I'm here with my wife, and also I represent my sister Mary Thomas and Jacob Thomas. We are phoning from Toronto, Canada. When Bobby sent me this invitation, I thought there is something wrong. It never occurred to me that they have crossed 50 years of married life. I thought they are junior to me, but now I realize that they are 1 year senior to me. We crossed our path somewhere in 2016 when my niece got married to Bobby's oldest son, Matthew. Since then, we've been best friends, and hardly there is any week or month that we don't speak over the phone at least. Talking about Bobby, he was instrumental in my coming to Florida. As a matter of fact, as a snowbird, we were all set to buy a property in Arizona. But Bobby, because of Bobby, we could find a nice place in Orlando. So we come and go often to Orlando, Florida. Talking about Bobby, there are 3 things which stands out for him: his character, his integrity, and his love for God. I don't have to tell you much about him because all of you here know more about Bobby than me. In my case, when I wanted to buy a property, Bobby gave me the right advice. So for me, he's my consultant, my righteous compass for making decisions on buying investment properties. Now, I want to read a few verses from the Bible which will speak more of Bobby. This is Psalms 112, verse 1 to 4. Praise the Lord, blessed is the man who fears the Lord.
who greatly delights in his commandments. His offspring will be mighty in the land. The generation of the upright will be blessed. Wealth and riches are in his house, and his righteousness endures forever. Righteousness is the key factor which stands out in the case of Bobby. In the book of Romans, we read about two kinds of slaves. One is slave for sin, the other one is slave for righteousness. You may read this in Romans 6, verse 15 onwards. Bobby is a slave for righteousness. You will never get a wrong advice from Bobby. Thank you, Bobby, for being there for us and our family. And also, my niece is such a happy bride in Houston with his son. And I thank God for their life. Talking about Mary Kuti, there's a cliche in English that behind every man there's a woman. But in Mary Kuti's case, she's never behind Bobby. She's shoulder to shoulder to him. She's so, I wouldn't say she's lucky, but she's blessed. Lucky too. Sometimes we go out for fishing. We throw the net, we throw the line. When she catches 3, we catch only 1. So Mary Kuti is such a blessing for Bobby, and she is literally a Proverb 31 woman in the life of Bobby. Thank you, Mary Kuti, for standing beside Bobby for all these achievements. And the last 50 years, you guys have been through thick and thin, but God sustained you. Ecclesiastes 4:12, we read that three-strand cord is never broken. Bobby and Mary Kuti, between them, there was always a third strand, that is Jesus Christ. Such a praying family. Whenever we come and stay with them, we have seen Bobby and Mary Kuti going into their bedroom for praying for so many families, many including you. So, as we all know, a praying family always stays together. And this is being reflected in the life of their kids as well. Binoy, Matt, Bina, and also Blessing. Thank you for these wonderful children. They are so God-fearing, and thank God for their generation. You know, the word says that the generation of the righteous will be blessed. At this occasion, my wife joins me in congratulating both Bobby and Mary Kuti for their 50 golden years in their life, and may God give them more blessed years in the years ahead. Thank you. Thank you so much, Kurino, for your kind words. Next up, we'll have Dad's cousin, our uncle, Mr. Thomas Chernow, come up for some few words. Dear loving family members, dear children and friends, thank you all for coming to celebrate our dear boy Chang and Amama's 50th wedding anniversary. It is a remarkable milestone that celebrates half a century of love, commitment, and shared experiences. This golden jubilee is not only a testament to the enduring bond between two individuals, but also a reflection of God's faithfulness in their lives, which we are able to see and experience for a long time. First of all, I thank Almighty God for keeping them safe and showered them with heavenly blessings. After a long day, my dad used to say, by heartedly, David's prayer in Psalm 103. Bauchan also said that. I remember reciting during family prayer from my childhood. Psalm 103 starts, bless the Lord, O my soul, and all that is within me. Bless his holy name. Bless the Lord, O my soul, and forget not all his blessings, benefits. Who forgives all thy iniquities, who healed all thy diseases, who redeemed thy life from destruction, who crowned thee with loving kindness and tender mercies, who satisfied thy mouth with good things, so that thy youth is renewed like the eagles. I would like to add
on our celebrants' situation, their senior years, may God bless and renew like eagles. When I was thinking back to childhood in Melbourne, Boj and always were an outspoken person, and he acted like a little villain. Always explore opportunities. Him and my brother Bauchain were very good buddies with a few of our cousins. Sometimes they get in trouble with Achay. One of his leadership in those days, I'm talking about 1970s. There was no transport bus service to Melbourne. With his involvement with Kerala Youth Congress, transport bus service was established from Tiruvalla to Melbourne. Then I remember following year, 1971, he was fortunate to get visa to reach this opportunity land. Within 4 years, he falls in love with his beautiful wife, Amama, and got married at New York. And I would say that he get married in New York. Meantime, my brother Bauchain and Amama reached in New York. They can tell their love stories as well as Samuel and Amama. After a few years later, they came to Kerala, and I remember I met them Bangalore with Upapan. Their firstborn Veena, a cute little one. Then they have two sons, Binoy and Blessy, now blessed with 3 grandchildren. In 1984, when Kunjimal and I reached in Florida with my brother-in-law Bauchain and Cicely and Rosie, we are one among the youngest couples for this parish. I remember we used to worship in Episcopal Church about 20 families, and that year we registered in state of Florida as Martha Church of South Florida. Bauchain and family's contribution to this parish is unforgettable. Still, his commitment to parish as trustee is very commendable, as well as his involvement in various organizations, in communities, as well appreciated. I am fortunate enough to go to Kerala for 2 weeks from August 25th through September 10th. While Bauchain and Amama were already in hometown, we are able to attend Nehru Trophy boat race together on August 30th, and following days another 3 boat races in our neighborhood in River Pamba. At that period, August 27th, I saw a Facebook post that Bauchain having breakfast with Felix Thirumeni and one of my cousin, which is Kunjuman Chain's elder brother, and his nephew, Biju Cheriyanachan, who is the secretary of Felix Thirumeni at Trivandrum Diocese. I saw the Facebook post that Bauchain having at Chimori, when I was getting a massage. From there, I was able to organize Bauchain's 77th birthday and my elder brother Gaichain's 82nd birthday together at Melbourne Mahatma Parish on September 3rd, 2025. I feel it was all God's plan. Be able to celebrate with the close family and hundreds of our cousins and all Chakri Kudumbiyam members. But I forget their wedding anniversary was a week apart from Bauchain's birthday, otherwise I would have arranged that too. We are all reached safely for this happy occasion. On behalf of my family and my extended Chakri family, especially his brother, Kunya and family, Father Umenachan and Valsuma Amma, and late Ramu Mama's children, Asha, Ajisha and Asha. We take this opportunity to convey our best wishes to Bauchain and Amama a very happy anniversary at this time. And on behalf of my family and all my extended cousins and my family in Chakotay, I convey their regards and prayers to Bauchain and Amama at this time. Also, a few hours ago, Dr. Sunny Stephen, who was our guest for our choir,
last weekend, Dr. Sunny Stephen called me to convey his regards and anniversary wishes to both Jan and Mama. Again, I thank Lord for their blessed life, and let us pray to Lord to give them good health, peace, and comfort in the rest of their lives. May our Lord help each one of us to do better in life, to be a better example to others, be humble, thy sight to help one another, and remain in good faith, as Jeremiah chapter 70, verses 7 through 8 says like this. Blessed is the man who trusts in the Lord, and whose hope is the Lord, for he shall be like a tree planted by the waters, which spreads out its roots by the river, and will not fear when heat comes, but its leaves will be green, and will not be anxious in the year of drought, nor will cease from yielding fruit. Once again, thank you all. May God bless us all. Thank you, Lala Tunampo. Next up, we'll have a close family friend and member of the community, Mrs. Binu Chilamla. Please come forward. ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട പാസ്റ്റർ, സ്നേഹം നിറഞ്ഞ ബോയിച്ചായൻ, മേരി മാമ, മക്കൾ ബീന, ബിനോയ്, ബ്ലസ്സി, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, 1985 ഞാൻ ആദ്യമായി അമേരിക്കയിലെത്തുന്നത്. ആ കാലഘട്ടം മുതൽ ബോയിച്ചാനെയും മേരിമാമയെയും ഞങ്ങൾക്കറിയാവുന്നതാണ്. അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ബോയിച്ചാനും മേരിമാമയും സൗഹൃദത്തിലായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഗ്യാദറിങ്സിനൊക്കെ പോകുമ്പോൾ ഒരു ലീഡർഷിപ്പ് റോളിൽ ചുറുചുറുക്കോടെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു ഇവിടെ ഒരു സഫാരി സൂട്ടിൽ അദ്ദേഹത്തെ കാണുമായിരുന്നു. ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുമായിരുന്നു. അദ്ദേഹം എപ്പോഴും തിരക്കിലായിരുന്നു. ഒന്നുകിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ സ്റ്റേജിൽ. സ്വതസിദ്ധമായ മനസ്സുഖത്തോടെ, വളരെ മൃദുവായ ഇടപെടലോടെ എപ്പോഴും കൂടെ കാണും മേരി മാമ. ഇവരുടെ ദാമ്പത്യ ജീവിതം ഒരു മാതൃക പാഠമാണ്. രത്നചുരുക്കത്തിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മേരി മാമയെ പൊന്നുപോലെ നോക്കുന്ന ബോയിച്ചായന് ഏറ്റവും അനുയോജ്യയായ ഭാര്യ മേരി മാമയും. വീട്ടിലെന്തെങ്കിലും ഒരാവശ്യത്തിന് എൻ്റെ ഹസ്ബൻഡ് മിനി അഭിപ്രായത്തിനായി വിളിക്കുന്ന 2-3 പേരിൽ ഒരാളാണ് ബോയിച്ചായൻ. അങ്ങനെ ആർക്കും സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വം, ആരെയും സഹായിക്കാവുന്ന ഒരു പ്രകൃതം. നാം ഇത് കേട്ടതാണ്, എങ്കിലും എനിക്കിവിടെ പറയാതിരിക്കാൻ വയ്യ. അതുപോലെ ഇവരിൽ ഞാൻ കാണുന്ന 2 പ്രത്യേകതകളാണ്. ധാരാളം നല്ല ഗുണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 2 സവിശേഷതകൾ. ഒന്ന്, അവരുടെ അഗാധമായ ദൈവവിശ്വാസം. രണ്ടാമത്തത്, മറ്റുള്ളവർക്കായി സമയം പങ്കിടുന്നതിനുള്ള സന്നദ്ധത. ബോയിച്ചാനും മേരിമാമയും മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കൊച്ചുമക്കളെയും ദൈവം ധാരാളമായി തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതുപോലെ സന്തോഷവും സമാധാനവും ആരോഗ്യം നിറഞ്ഞ വിവാഹ വാർഷിക ദിനങ്ങൾ ധാരാളമായി ഇവർ വീണ്ടും ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നാമത്തിൽ ബോയിച്ചാനും മേരിമാമയ്ക്കും വിവാഹ വാർഷിക മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു. Good evening, everyone. ആദരണീയരായ വൈദികർ, ബഹുമാനപ്പെട്ട പാസ്റ്റർ, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബോബി അങ്കിൾ, മേരി ആൻറ്റി, അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളോരോരുത്തർക്കും ക്രിസ്തുയേശുവിൻ്റെ വന്യനാമത്തിൽ എൻ്റെ സ്നേഹം വന്ദനങ്ങൾ. Today we gather here to honor a remarkable milestone, 50 years of love and companionship.
half century ago, two beautiful people, two beautiful souls joined together as one, promised their love. They started their journey with a lot of dreams, love, commitment, and respect. Here they are today, celebrating their 50 years of beautiful memories and their gratitude to God. വിവാഹ ബന്ധത്തെ പറ്റി വളരെ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ബഹുമാനപ്പെട്ട കാലം ചെയ്ത ക്രിസോസ്റ്റം തിരുമേനിയോട്, അതുപോലെ പല സ്റ്റേജ് ഷോകളിലും നമുക്ക് മലയാളികൾക്കൊക്കെയും പ്രിയപ്പെട്ട മമ്മൂട്ടി വിവാഹ ബന്ധത്തെ പറ്റി പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. ഒരു ബന്ധവുമില്ലാത്ത രണ്ടാളുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരുപാട് സുന്ദരമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. സമൂഹത്തിലെ എല്ലാ നല്ല ബന്ധങ്ങളുടെയും തുടക്കം വിവാഹത്തിലൂടെയാണ്. രണ്ട് വ്യത്യസ്ത ചിന്താഗതികളുള്ള, രണ്ട് മനസ്സുകളുള്ള രണ്ടുപേർ ഒരുമിച്ച് ചേർന്ന് പരിപാവനമായ ഒരു ബന്ധം, അത് 50 വർഷം പിന്നിടുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. It's not an easy task for anyone here. ഒത്തിരിയേറെ ക്ഷമയും സഹിഷ്ണുതയും ആവശ്യമായ ഒരു ബന്ധമാണ് വിവാഹബന്ധം. എങ്കിൽ മാത്രമേ അത് വിജയകരമായിട്ട് പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. അമേരിക്കൻ കമ്മ്യൂണിറ്റി സർവേയുടെ റീസെന്റ് ഡേറ്റ അനുസരിച്ച് there is a significant drop in divorce rate in America. It's not just because നമ്മളെല്ലാവരും അതുപോലെ അമേരിക്കൻ ജനത ദാമ്പത്യ ജീവിതത്തെ വളരെ വിജയകരമായി കാണിക്കുന്നു എന്നുള്ളതല്ല, എന്നാൽ വിവാഹ ബന്ധത്തിൽ ആൾക്കാർ ഏർപ്പെടുവാൻ മടി കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. വിവാഹത്തിന്റെ ശ്രേഷ്ഠത പൂർണ്ണമായും മനസ്സിലാക്കാതെ അതിന്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് പുതിയ തലമുറയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളും ചിന്താഗതികളും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ 50ാം വിവാഹ വാർഷികം ഇന്ന് ആഘോഷിക്കുന്നതിന്റെ പ്രസക്തി അതുകൊണ്ട് വളരെ വലുതാണ്. അനേകർ ആഗ്രഹിച്ചു പോയിട്ടും നടക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള ഒരു അവസരം ബോബിയങ്ങളിലും ആന്റിക്കും ദൈവം നൽകിക്കൊടുത്തു. അത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തെ മുൻനിർത്തി ജീവിതം നയിക്കുന്ന അവരൊരുമിച്ച് പള്ളിയിലും അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്കിളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആന്റി ഒരു വലിയ സപ്പോർട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷീസ് എ സൈലന്റ് ആൻഡ് സ്ട്രോങ് പില്ലർ ഓഫ് ദെയർ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. സഭയുടെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിനായിട്ട് ഇവരുടെ കുടുംബത്തിന്റെ പ്രവർത്തനങ്ങളും സംഭാവനകളും വളരെയേറെയാണ്. എവിടെ പോയാലും നമ്മുടെ കമ്മ്യൂണിറ്റിയെ വെൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗുഡ് അംബാസഡർ ആണ് ബോബി അങ്കിൾ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്കിളിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, 2007 ഞങ്ങൾ ഈ ചർച്ചിലെ മെമ്പേഴ്സ് അല്ലായിരുന്നു. എന്നാൽ എൻ്റെ പേരൻസ് ഇവിടെ വന്നപ്പോൾ സൈമൺ ചേട്ടനിലൂടെ എല്ലാ ആഴ്ചയും ഇവിടെ പള്ളിയിൽ വരുമായിരുന്നു. അവരെ ഒരു മുൻപരിചയം ഇല്ലെങ്കിലും അങ്കിളും ആന്റിയും ഒരു ദിവസം അവരെ വീട്ടിൽ കൊണ്ടുപോയി സ്നേഹ സൽക്കാരങ്ങളൊക്കെ നൽകിയതായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പള്ളിയിൽ വരുന്നതിന് മുൻപേ ബഹുമാനപ്പെട്ട യാക്കോബ സഭയുടെ തിരുമേനി ഗീവർഗീസ് മാർ കൂറിലോസ് തീരം എന്ന തന്റെ ചാരിറ്റി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോഴും അങ്കിൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. അത് ഇവിടെ പറയാൻ കാരണം മാർത്തോമാ സഭ എന്ന് ഉള്ളത് മാത്രമല്ല, ഈ സമൂഹത്തിലെ ആർക്കും, അതുപോലെ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ ആര് വന്നാലും അങ്കിള് അവരെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും ആന്റിയും അതുപോലെ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു കുടുംബമാണ്. നമ്മുടെ അങ്കിളിന്റെ ചില പ്രത്യേക കാര്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അങ്കിൾ നല്ലൊരു പ്രഭാഷകനാണ്. ഇവിടെ ഏതൊരു കാര്യവും വളരെ വ്യക്തതയോടെ കാര്യഗൗരവത്തോടുകൂടി നമ്മളെ മനസ്സിലാക്കുവാൻ അങ്കിളിന് ഒരു പ്രത്യേക ചാതുര്യം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ചില കാര്യങ്ങളിൽ നമ്മൾക്ക് പലർക്കും ആശയ ഭിന്നത ഉണ്ടെങ്കിൽ പോലും സഭയുടെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിനായിട്ട് അങ്കിൾ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതിലുപരിയായിട്ട് അത് നടത്തുവാനും അങ്ങളുടെ ഒരു പ്രത്യേക കഴിവുണ്ട്. പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ ഞങ്ങളെയൊക്കെയും കൂടെ ചേർക്കുന്നതിനും അങ്കിൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ബോബി അങ്കിൾ ആൻഡ് ആന്റി, you both are
role models and inspiration for many of us. ഒരു ചെറിയ തലവേദന വന്നാൽ പോലും പള്ളിയിൽ വരാതെ അതുപോലെ പല കാര്യങ്ങളിലും ഏർപ്പെടാതെ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്കിളും ആന്റിയും വളരെ ഉത്സാഹത്തോടുകൂടി ഇവിടെ വരികയും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമുക്കൊക്കെയും അറിയാം. ഒത്തിരി ആയുസ്സും ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് നൽകി തരട്ടെ. ഇവിടെയുള്ള എല്ലാവരുടെയും പേരിലും പ്രത്യേകിച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന YFF എന്ന ഓർഗനൈസേഷന്റെ പേരിലും എല്ലാ സംഘടനകളുടെയും പേരിൽ ഞാൻ ആന്റിക്കും അങ്കിളിനും എല്ലാ ഭാവങ്ങളും നേരുന്നു. ദൈവം നന്മ നിറഞ്ഞ അനേകം അനുഗ്രഹങ്ങൾ നിറഞ്ഞ. Thank you, Dr. Susan Chariot. Next up, we'll have my uncle, Mr. Chapo Burgess, come forward. Good evening. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വിവാഹ ജീവിതത്തിൽ അനുഗ്രഹകരമായ 50 വർഷങ്ങൾ കഴിഞ്ഞിട്ട ബോച്ചാനും മേഖലയ്ക്കും എല്ലാവിധ നാളെ നേരുന്നു. അതിനെ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. ബോച്ചാനെക്കുറിച്ചും മേഖലയെക്കുറിച്ചും ഒരുപാട് നല്ല വാക്കുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൽ നിന്നും അതിശയകരമായൊരു കുടുംബബന്ധം കെട്ടിപ്പടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒരു വിവാഹ ജീവിതം അതിന് വിജയത്തിലെത്തണമെങ്കിൽ 6 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫെയ്ത്ത്, ഹോപ്പ്, ലവ്, പേഷ്യൻസ്, ടോളറൻസ് ആൻഡ് ഫോർഗിവ്നെസ്. ഈ 6 കാര്യങ്ങൾ ബോച്ചാൻ്റെയും മേഖലയുടെയും ജീവിതത്തിൽ 50 കൊല്ലം നടന്നുകൊണ്ടാണ് അവർക്ക് നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കാൻ സാധിച്ചത്. അടുത്തായിട്ട് ബോച്ചാനെക്കുറിച്ചും മേഖലയെക്കുറിച്ചും പൊതുവിൻ്റെ കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഓർമ്മ വരുന്നത് മദർ തെരേസയുടെ ഒരു വാക്കാണ്. നോട്ട് ഓൾ ഓഫ് us can do great things, but we can do small things with love. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യമില്ല. ഈ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ നമുക്ക് ചെയ്യുവാൻ കഴിയും. മഹാത്മാഗാന്ധി അത് തന്നെയാണ് പറഞ്ഞത്, വേർ ഇസ് ലവ് there is life. എവിടെ നമ്മൾ സ്നേഹപ്പെടുന്നു പകരുന്നു അവിടെ നമുക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കും. തീർച്ചയായും എൻ്റെ ഒരു അനുഭവം തന്നെ ഈ അവസരത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വിവാഹം ആലോചിച്ചത് എൻ്റെ മൂത്ത തുടർന്നുപോയി ചോദിച്ചാൽ ഫാദറിനോട് ചേർന്നാണ്. അവരെ സ്നേഹിതരായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ആലോചിച്ചു. അതിനുശേഷം ഞങ്ങളുടെ അമേരിക്ക വന്നത് ഗോൾച്ചാൻ മേഘാനിയുടെ ഫാമിലിയിലാണ്. ഞാൻ മാത്രമല്ല മറ്റ് 3 സഹോദരങ്ങളാണ് അമേരിക്ക വന്നത് ഗോൾച്ചാൻ മേഘാനി ഫാമിലിയിലുണ്ടാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എങ്ങനെയാണോ ഗോൾച്ചാൻ മേഘാനി അവർക്ക് ജീവിക്കുന്നത് അതുപോലെ തന്നെ സഹോദരങ്ങൾ നല്ലതായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് ഈ സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ഒരിടത്തുകൂടി ഞങ്ങൾക്കുള്ളതായി നന്ദി ബോച്ചാൻ അറിയിക്കുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ബോച്ചാൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചാണ്. ബോച്ചാൻ എനിക്ക് ഒരു ശത്രുവെന്നോ മിത്രമെന്നോ നോക്കാറില്ല. എവിടെയാണെങ്കിലും ശരിയൊരു ശത്രുവാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ബോച്ചാൻ അവരെ വിളിച്ച് പറയുന്നില്ല. ബോച്ചാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ബോച്ചാൻ അവിടെ ചെയ്യും, അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യും. അവരെ വേറുള്ളത് ബോച്ചാൻ രാഷ്ട്രീയമായി പരമായിട്ട് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു വ്യക്തി പിണറായി വിജയൻ. ഞാൻ ഫേസ്ബുക്കിലാണ് പിണറായി കാര്യം ബോച്ചാൻ ഉണ്ടാകും. പക്ഷെ നാളെ പിണറായി വിജയനോട് വന്നാൽ ആദ്യം ശരിയാക്കുന്നത് ബോച്ചാനായിരിക്കും. അതേക്കാൾ ബോച്ചാൻ മനസ്സിലായ ശത്രുവായിട്ട് ഒരാളെ കാര്യമില്ല എന്നുള്ളതാണ് ചോദിക്കുക. പിന്നെ മേഘാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 4 കൊല്ലത്തിലുള്ളതായി ഞാൻ 30 കൊല്ലം മുമ്പേ ചിന്തിച്ചു മേഘാലയുടെ ഡ്യൂട്ടി എങ്ങനെ അയക്കാത്തത്. ബോച്ചാലിന് ദിവസം 4 ഗസ്റ്റുകാരിലാണ് വീട്ടിൽ. അവരെ വീട്ടിൽ അവർക്കുള്ളത് ബുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ ബോച്ചാലിൻ്റെ കൂടെ മേഘാൻ കഴിയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും കാര്യമാണ് ഇപ്പോൾ ഓർക്കുന്നത്. ഇഫ് യു മാരി എ ഗുഡ് വുമൻ യു വിൽ ബി ഹാപ്പി. മേഘാമ്മ ഒരു നല്ലതായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ബോച്ചാൻ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം സാധിക്കുന്നത്. ഞാൻ ഒരുപാട് ആൾക്കാരെ സംസാരിക്കാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് കുഞ്ഞുണ്ണി മാസ്റ്റർ കവിതയാണ്. ആ കവിത പ്രധാനമായിട്ടും അച്ഛന്മാരെ കുറിച്ച്. എങ്കിലും അതിൻ്റെ അവസാന ഭാഗം പറയുന്നുണ്ട്
മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രകാശിക്കുക. അതായത് കവിത എങ്ങനെയാണ് എനിക്ക് അറിയില്ല. പാൽ തെളിഞ്ഞാൽ പോരാ പാലിയാണ്, പാൽ തെളിഞ്ഞാൽ പോരാ പോരാ ഒരു തിരികുള്ള ശക്തിയാണ്. ആ കവിതയിൽ പറയുന്നത് ഒരു മെഴുതി എങ്ങനെയാണോ പ്രകാശിക്കുന്നത് അതുപോലെ ഗോചാൻ മേലാമത്തിന് പാലിൽ കൂടുതൽ പ്രകാശം അവരെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ വിളിക്കുന്നു. Good evening. Respected Archons, Pastor, dear family and friends. Today, we all are gathered for a very blessed occasion. The golden anniversary celebration of Bobichan and Miriam. 50 years together as husband and wife is truly a gift from God. The Bible tells us in 1 Corinthians chapter 13, verses 4 to 7, love is patient, love is kind. It does not envy, it does not boast, it is not proud, it does not dishonor others, it is not self-seeking, it is not easily angered, it keeps no record of wrong. Love does not delight in evil, but rejoices with the truth. It always protects, always trusts, always hopes, always perseveres. When we see Bobichan and Miriam, we see these words in real life. Their patience, kindness, trust, and perseverance have carried them through 50 years together. ബോബിച്ചാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്വാളിറ്റി ഫെലോ ബീങ്സിനോടുള്ള കരുണ. ഒരാവശ്യം ഒരാൾക്ക് ഉണ്ട് എന്ന് കണ്ടാൽ അത് ഫാമിലി ആയിക്കൊള്ളട്ടെ, ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, ഇനിയും അറിയാമല്ലാത്തവരായിക്കൊള്ളട്ടെ, അതിനൊക്കെ അനുയോജ്യമായ ഒരു സൊല്യൂഷൻ ബോബിച്ചാന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ അവസരത്തിൽ ഞാൻ പേഴ്സണലായിട്ട് കണ്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 10-35 വർഷങ്ങൾക്ക് മുമ്പ്, അങ്ങനെ നോർത്തിൽ ഇവിടെ ഒരു 1.5 മണിക്കൂർ ദൂരെ നോർത്തിലൊരിടത്ത് ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു, താമസിക്കുക. ബോബിച്ചാന്റെ നമ്പർ എങ്ങനെയോ കണ്ട് അയാൾ വിളിച്ചു. അങ്ങനെ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കിയെടുത്തു. കുറച്ച് 1-2-3 വർഷം കഴിഞ്ഞപ്പോൾ ബോബിച്ചാനെ അയാൾ വിളിച്ചു. ഫാദർ നാട്ടിൽ മരിച്ചുപോയി. അപ്പം ബോബിച്ചാൻ ഇയാളെ കണ്ടിട്ടില്ല. ബോബിച്ചാൻ ഒരു ഈവനിങ് സമയം എന്നെ വിളിച്ചു. എനിക്ക് കുറെ ദൂരെ പോകാനുള്ള കാര്യത്താണ്, ഒരാളുടെ മരണമുണ്ടായി, സജി അവൈലബിളാണോ, കൂടെ കുടുംബത്തിൻ്റെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോയി. അവിടെ ചെന്നപ്പം കുറെ ലിമിറ്റഡ് ആൾക്കാരെ കൂടി അവിടെ ഒരു പ്രയർ മീറ്റിംഗ് നടത്തി തിരിഞ്ഞു പോകുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ അത് കയറി കാര്യങ്ങൾ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നമുക്ക് ഒത്തിരി നേരം ഉണ്ടല്ലോ ഡ്രൈവിംഗ് പോയിട്ട് നമുക്ക് പോകാമെന്ന് ചോദിച്ചാൽ ചോദിച്ചാലുടനെ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചു, ഇനി മുന്നോട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ്. പുള്ളി പറഞ്ഞു, മുന്നോട്ട് എനിക്ക് നാട്ടിൽ പോയി ഫാദറിനെ കാണുമെന്നുണ്ട്, പക്ഷെ എന്തായാലും പ്രസിഡന്റിനെ പോയി കാണാൻ. പക്ഷേ ഞാൻ സ്റ്റുഡൻ്റ്, എനിക്ക് ഫൈനാൻഷ്യലായിട്ട് പ്രോബ്ലമുണ്ട്, എമർജൻസി ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റ് ഫൈനാൻഷ്യൽ എക്സ്പെൻസ് ഒന്നും എൻ്റെ രീതിയിൽ പറഞ്ഞു, നാട്ടിൽ പോകണമെന്ന് യെസ് ഓർ നോ എന്ന് തീരുമാനിക്കും. യെസ് ആണെങ്കിൽ എന്നോട് പറ, ടിക്കറ്റിൻ്റെ കാര്യത്തിലോ ഫൈനാൻസിൻ്റെ കാര്യത്തിലോ ലോൺ വകയോ കൊടുക്കും. അപ്പോൾ പുള്ളി അന്നേരം ഒന്നും പറഞ്ഞില്ല. ബോബിച്ചാനൊരു നമ്പർ അവിടെ കൊടുത്തിട്ട് ബോബിച്ചാൻ നമ്പർ പുള്ളിയുടെ ഉണ്ട്. ഞാൻ വീട്ടിൽ ചെല്ലാൻ 1 മണിക്കൂർ സമയം എടുക്കും.
അതിനോടകം പോകാനാണ് തീരുമാനമെങ്കിൽ എന്നെ വിളിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരുക. പോകുന്ന സമയത്ത് ഞാൻ പോച്ചാനെ ചോദിച്ചു, 10-35 വർഷം മുമ്പുള്ള കാര്യമില്ല. പോച്ചാൻ്റെ ഇപ്പോൾ പുള്ളി ഏസ് പറയുകയാണെങ്കിൽ പോച്ചാനെ കൊടുക്കാൻ പൈസ ഇല്ല, 5 ദിവസം ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാ അതൊക്കെ ശരിയാക്കി കൊടുക്കാം. ആരാണ് ചോദിച്ചത്? ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യர்களെ ഇങ്ങനെ ഒരു സഹായം അറിയാൻ മേലാത്ത ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരാളെ എന്നെ ആഗ്രഹമാണ്. അതുപോലെ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യമാണ് നേതൃപാഠം. ഏതൊരു പ്രതിസന്ധി ആയിരുന്നാലും അതിനൊക്കെ വളരെ ഈസി ആയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അനായാസേന അത് സക്സസ് ആക്കി എടുക്കാൻ പോകാൻ ഈസി ആയിട്ട് കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെയും സാറിൻ്റെയും ജീവിതത്തിൽ ഞങ്ങൾ പ്രയാസമേറിയ ഘട്ടങ്ങളിൽ കൂടെ പോയിപ്പോൾ ഞങ്ങളുടെ സന്തോഷത്തിനും ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഞങ്ങളുടെ ബോച്ചാനും ഞങ്ങളുടെ മെരിയാമിക്കും ഈ അനേക വർഷക്കാലം ദൈവം അനുഗ്രഹവും ശക്തിയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Once again, congratulations and thank you. Thank you, Sir Janko, for your kind words. Next up, we're going to have our kids come up. My daughter, Saya Jacob, and my nephew, Nicholas Jacob, and then Rothschild. Isabella was invited to speak, but she demanded a very high salary. We couldn't afford that for tonight. She said she will, as far as later, accept some photos, but no autographs. She may come up and say hi. Okay, Saya, Nikki. Respected Ashton family and friends, thank you for coming to my grandparents' 50th anniversary, and I hope you all are doing well. First, I would like to thank them for being amazing grandparents in the hard and happy times. Second, I'd like to thank my grandma for taking care of me since birth, 18 months old, and my grandpa for picking me up every day from daycare just to spend time with me. I really appreciate you guys being so loving and caring. This is one of the many characteristics I love about you guys. I love how much you care about your family and the lengths you will go for them. Another one of your kind attributes is always being there to lend a hand. You guys are more helpful and thoughtful than you think. Most of all, you both are great cooks. Whenever you guys walk into a room, you light it up. Thank you for all you do. Thank you for inspiring me. I love you. I'm glad to call you guys my grandparents. Thank you. Hello, respected Achin family and friends. Thank you for being here to celebrate my grandparents' 50th anniversary. 50 years is such a long time to be with someone you truly love. A couple of things I would like to say about my grandparents is how caring, loving, and thoughtful and kind they are. They've taken care of me for so long, and I'm so grateful for that. They've given me everything I've ever needed and more. They care so much about their family. I'm so blessed to have such amazing grandparents. I love you both, and I hope you have many more happy, healthy years together. Thank you so much, Saya and Nikki. Very proud of you guys. I'm sure that your parents are too, Nikki. Okay, so it's our turn. Next up, the kids are going to speak. Me, Blessed Jacob, Matthew Jacob, Dina Jacob, and Brett. Please come up. Yeah, I had to take off my heels, so anyway. Good evening, respected Achin family and friends. Today we gather to celebrate something truly extraordinary. 50 years of marriage, 50 years of love, 50 years of resilience, and in my mom's case, 50 years of extreme patience. This is not just a milestone about the years, it is the story that's brought us here. As many have touched on this evening, Mom and Dad, your journey began in India with courage in your hearts, hope for a better future, and you came to this country just over 50 years ago. You left behind all your close family and friends, like so many immigrants, to start a new future with little more than a dream, determination, and willingness to work hard.
You faced challenges, language barriers, and uncertainties, yet you built a life here piece by piece, day by day, always together hand in hand. You taught us, your children, what sacrifice really means. You worked tirelessly so we could have opportunities you never had. You reminded us that success is not measured only by achievements, but by kindness, humility, and the strength of family. And also, you instilled in us the importance of putting God first in our lives. You showed us how to honor our Indian heritage while embracing the new home you built here in America. But beyond all the sacrifices, what has always shined brightest is your love for one another. In 50 years, you've shown us that marriage isn't about perfection. In fact, many times, their marriage reminded me of the old talk shows, All in the Family, where Dad reminded me of Archie Bunker, if anyone remembers that, or The Jeffersons with George Jefferson. This is what our family was like at times. So it's not about perfection, but it is about partnership. It's about choosing each other over and over again through life's ups and downs. Your love has been the anchor that has sustained our family and the compass that guides us. Tonight, as we celebrate your golden anniversary, we celebrate the legacy. You have created this legacy of courage, love, and family. Because of you, we stand here proud of where we came from and inspired to where we are going. You have been there for all three of us through thick and thin. Your unwavering support and constant guidance has helped us throughout our lives. You have been there for your grandchildren in big ways and small ways. We truly appreciate all the amazing cooking lessons and awesome food that we've had together over the years, and many more to come. That is definitely some of our more enjoyable moments. So Mom and Dad, thank you for your love, your sacrifice, your laughter, and your example. 50 years together is an incredible achievement, and we are so blessed to have witnessed it. And just as a side note, as many have said, there is so much to be said, obviously, about my dad, which everyone has said. But I didn't want it to be just the Mom and C. Jacob show. Definitely behind him is a strong woman, and it takes extreme patience and endurance to put up with him. The three children can also tell you the same. He is an amazing individual, however. So that being said, Mom worked tirelessly, 7 to 7 shifts, overtime, brought all the family here. They've done such extraordinary things that no other human can do. They've built an entire community here, along with Dad starting this church. For that, I am incredibly proud of them. May the years ahead continue to bring you health, joy, and countless blessings. I do believe truly in my heart that both of your parents are smiling down on you tonight. Congratulations for 50 years. Good evening, everyone. Respected Hutchins, friends, and family members. It's a real privilege to stand here tonight to celebrate 50 years of marriage between Madeline and Mary. Now, I'm fairly sure I wasn't the first choice for Vina to marry, but they welcomed me anyway. They allowed me to call them Mum and Dad, which I very proudly do. As someone who married into this family, what has always struck me is the love and respect they have for each other. And of course, both Bobby and Mary are exceptional cooks. Thank you for all the incredible meals and for all the food you brought over to the house, even though we know it was really an excuse to feed your grandson and not necessarily to feed Vina or myself. What stands out most is they never have said no in the years that we've known them. They have been a constant support, especially for Nicholas, their grandson, who is blessed by their love and guidance. 50 years is not just a number, it's a lifetime of memories, challenges faced together, and joys celebrated with grace. Their strong Christian faith has guided them through every step. Dad, you have shown me what it's like to walk in God's path and what it truly means to be a husband and a father. And Mum, you have always been a constant source of support and loving kindness, which I'm incredibly grateful for. So on behalf of all of us, thank you for allowing us to see what commitment looks like and for reminding us that love, when nurtured, only grows stronger with time. Congratulations on 50 years of love, and God bless you, and many more beautiful years to come. Thank you, Vina and Brett, for your kind words. Good job. I guess I'll go now. I don't have much like they did. Mine's short and quick. Okay, respected Hutchins, family and friends. In 1975, my parents got married. And they made the decision to come to America, which ended up being one of the best decisions for us. It made a big impact on our three lives. I couldn't imagine growing up where they left their family behind. It's a great place, we love it, but I couldn't imagine.
the difference they would have had. They came here with very little and accomplished more than enough for us and helped many individuals along the way. Couldn't ask for better parents as role models in life and in Christ. They've given me and my siblings a great life, which we are so blessed to call them mom and dad. I honestly can't ask for much more. We appreciate you, we bless you. With many more, we wish many more years together, happiness, health. Thank you, we love you. Achin, pastor, family, and friends. Mom and Dad, through 50 years together, are a testament to love, sacrifice, and partnership. As many people have mentioned, you left Kerala to build a life here in the U.S., and in doing so, you gave us opportunities that we'll be forever grateful for. You showed us what hard work looks like, what true family means, and most importantly, what it means to stand by each other through every season of life. Today isn't just about celebrating 50 years of marriage, it's about honoring the legacy you've created for us and for our children. Thank you for your love, your guidance, and for always being our greatest example. Respected Achins, pastor, family and friends. കഴിഞ്ഞ 50 വർഷം കുടുംബജീവിതത്തിൽ ദൈവം ഞങ്ങളെ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് അധികമായി സ്തോത്രം കേൾക്കുന്നു. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ വന്നപ്പോൾ ദൈവം ഞങ്ങളെ കരങ്ങളിൽ വഹിച്ചു അതിശയപരമായി കുടുംബജീവിതത്തിൽ നടത്തി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നു, കുടുംബങ്ങളെ തന്നു, മക്കളെയും കൊച്ചുമക്കളെയും തന്നു. എന്നെ ജീവനിലൂടെയും സ്നേഹിക്കുകയും കരുതുകയും എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും കൂടെയിരുന്ന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെയാണ് ദൈവം എനിക്ക് തന്നത്. ലഞ്ച് സമയത്ത് വീട്ടിലില്ലെങ്കിൽ ഞാൻ കഴിച്ചോണം, വെയിറ്റ് ചെയ്യരുത് എന്ന് വിളിച്ച് പറയും. കിച്ചണിൽ എന്നെ കുക്കിങ്ങിന് എല്ലാ വിധത്തിലും സഹായിക്കും. ഞാൻ നൈറ്റിൽ ജോലി ചെയ്യുന്ന സമയം എല്ലാ നൈറ്റിലും ഉറങ്ങുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് ജോലി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമായിരുന്നു. എനിക്ക് എന്ത് സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിലും ബെസ്റ്റായിട്ടുള്ളത് വാങ്ങിക്കുവാൻ എപ്പോഴും താല്പര്യം കാണിച്ചിരുന്നു. ഒന്നിനും ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. ഇത്രയും പ്രായമായെങ്കിലും ദേഷ്യ സ്വഭാവത്തിന് കാര്യമായ മാറ്റമൊന്നും ഞങ്ങൾക്ക് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും സഹോദരങ്ങളും സ്നേഹിതരും പ്രിയപ്പെട്ടവരും ഉണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർമ്മ അപേക്ഷിച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പാസ്റ്റർ, ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ, സദസ്യവാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേച്ചു പോകുന്നതാണ്, ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. പിന്നീട് നമ്മൾ തുടർന്ന് വായിക്കുന്നത്, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടുന്നു, ഭാഗ്യവും. ബുദ്ധിമതിയായ സ്ത്രീ അവരുടെ ഭവനം പണിയും. ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഇതെല്ലാം തികഞ്ഞ ഒരു വ്യക്തിത്വത്തെ
ദൈവം എനിക്ക് തുണയായിരുന്നു. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള സംഗതിയാണ്, ദൈവം തക്ക തുണയെ തരും. തക്ക തുണയെ തന്നെയാണ് അറിയുന്നത്. കാരണം എൻ്റെ ദേഷ്യത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞില്ല, നിങ്ങൾക്കത് അറിയാവുന്ന കാര്യം. അപ്പോഴേ അങ്ങനെ മുൻകോപമൊക്കെ ഉള്ള ഒരു വ്യക്തിയെ പുട്ടപ്പിയിൽ പോവുക, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് ഇവിടെ വന്നാൽ ഞങ്ങളുടെ വീട്ടിലൊന്നും വരാതെ പോവുകയില്ല. വീട്ടിൽ അനേകം താമസിച്ചിട്ടുണ്ട്. പല സ്റ്റേറ്റിൽ ചെല്ലുമ്പോഴേ പലരും വന്നിച്ച് ഞങ്ങൾ ഇന്ന വർഷം നിങ്ങളുടെ വീട്ടിൽ താമസിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതിനോട് സർപ്രൈസ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഓർക്കാത്ത കാര്യങ്ങളുണ്ടായിട്ടുള്ള അപ്പോഴേ അങ്ങനെയൊക്കെ ഒരുപാട് ഈ നൈറ്റ് ഡ്യൂട്ടിയുടെ കാര്യം പറഞ്ഞു. നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടായി ഇവരെയൊക്കെ ഈ കൊണ്ടുവന്ന് ചെയ്തു വരുന്നത്. അതൊക്കെ പുട്ടപ്പിയിൽ പോകാന്ന് പറയുന്നൊരു നിസ്സാര കാര്യമല്ല. അപ്പം അങ്ങനെ എൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് ഞങ്ങളുടെ കുടുംബത്തെ നിലനിർത്തുവാൻ, കുടുംബത്തെ കെട്ടുപണി ചെയ്യുവാൻ ദൈവം തക്കതായിട്ടൊരു തുണയെ തന്നു. അതാണ് ജീവിതത്തിൻ്റെ വലിയ വിജയം. വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ, ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥനയോടെ അതിനെയൊക്കെ നേരിടുവാനുള്ള അവസരം ഞങ്ങൾക്കുണ്ടായി. കുടുംബജീവിതത്തിൻ്റെ 50 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 50 വർഷം ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ ഒരു സ്നേഹിതൻ്റെ മക്കള് 40 വർഷമായപ്പോഴേ ഒരു വെഡിങ് നടത്തിയിട്ട് പറഞ്ഞാൽ 50 തികയ്ക്കുമെന്ന് സംശയമാണ് നടത്തുകയാണ്. ശരിയാ, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതം. എന്നാൽ സർവശക്തനായ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു. 50 വർഷം ഒന്നിച്ച് ജീവിക്കുവാൻ, സുഖവും ദുഃഖവും പങ്കിടുവാനൊക്കെയുള്ള അവസരം ലഭിച്ചു. പലരും ഇവിടെ പറഞ്ഞു ഈ ഇവർക്ക് അവാർഡ് കൊടുക്കണമെന്ന് പറയും. അത് സത്യമാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകളും ആശംസയും എല്ലാം ഞാൻ ഇവിടെ പാദപ്രതികൾ സമർപ്പിക്കുക. അവാർഡായിട്ട് അത്ര മാത്രം നല്ല ഒരു വ്യക്തിത്വമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് മുന്നോട്ട് പോയില്ല, ഈ വെള്ളം മുന്നോട്ട് നീങ്ങിയില്ലായിരുന്നു. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ വൈഭവത്തോടെ, സാമർഥ്യത്തോടെ, കരുതലോടെ, സ്നേഹത്തിൽ ചാലിച്ച് എനിക്കും കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനും ഒന്നും ഒരു വിഷയത്തിൽ തോന്നാത്ത രീതിയിൽ അവരെയൊക്കെ കരുതുവാൻ വലിയ വലിയ ഡിഗ്നറ്ററീസ് ഒക്കെ വരുന്ന സമയത്ത് തിരുമേനി വരുമ്പോൾ തിരുമേനിയുടെ രീതിയിൽ തിരുമേനി മുഖ്യമന്ത്രി വന്നാൽ മുഖ്യമന്ത്രിയുടെ രീതിയിൽ നേരിടാനും, വേറൊരു കലാകാരൻ വന്നാൽ ആ രീതിയിൽ നേരിടാനും ഒക്കെയുള്ള ഒരു സാമർഥ്യം ദൈവം അവർക്ക് കൊടുത്തു. അത് എൻ്റെ ജീവിതത്തിൻ്റെ വലിയ വിജയമായിരുന്നു. ഇത് കൂടാതെ എൻ്റെ ഇടവക ജീവിതത്തിൻ്റെ ഞാനിവിടെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് ട്രസ്റ്റിയായിട്ട് ജോലി ചെയ്യുമ്പോഴേ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു സംഗതി, ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരെ ഇന്ന് നമ്മൾ പാടിയതുപോലെ എത്രമാത്രം ആഴമായി സ്നേഹിക്കാൻ എൻ്റെ യോഗ്യതയുള്ളൂ പറഞ്ഞത് വാസ്തവത്തിൽ അർത്ഥവത്തായ. ഞാൻ വളരെയേറെ സ്നേഹം എൻ്റെ ഇടവക ജനങ്ങളിൽ നിന്ന്, എൻ്റെ ദേശവാസികളിൽ നിന്ന്, എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന്, എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിന് തക്കവണ്ണം ഒന്നും തിരിച്ചു കൊടുക്കാനായിട്ട് സാധ്യമായി തീർന്നിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന അനേകരുണ്ട്, നല്ലപോലെ കരുതുന്നവരുണ്ട്, ഏത് പ്രതിസന്ധിയിലും എന്നോട് കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു ട്രസ്റ്റിയായ സമയത്ത് ഞാനവിടെ 2 പ്രാവശ്യം വന്ന് നമ്മുടെ സാറുമായിട്ട് സണ്ണി സ്റ്റീഫൻ സാറുമായിട്ട് സംസാരിച്ചു നിൽക്കുന്ന ഒന്നേ സ്വകാര്യ ചെയ്ത ഒരു ബാഗ് എൻ്റെ കൂടി സൂസൻ തരിക. ഉടനെ അവിടെ നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഇതാ ഇവിടുത്തെ ഇടപാട്, ട്രസ്റ്റി ഇവിടെ നിന്നാൽ മതി, പൈസ ഇവിടെ. സൂസനും ടീമും ഞാൻ ഒരാളൊക്കെ പറഞ്ഞു വിടും, നിങ്ങൾ ബാക്കി എല്ലാവരും എനിക്ക് വളരെ വിലപ്പെട്ടവരാണ്. ടീമെന്നാണ് ഞാൻ ചേർത്തത്. എത്രമാത്രം കരുതലോടുകൂടിയാണ് ഇടവകയിൽ കൈത്താങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു ഇടവകയുടെ ഒരു
ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ കഴിയുന്നത് ദൈവത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കഴിയുന്നത്. ഓരോ കമ്മ്യൂണിറ്റിയിലും ഒക്കെ നല്ല സ്നേഹിതർ ഉണ്ട്. അവരുടെയൊക്കെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനും കൊച്ചമ്മയും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത് അവർ പോകുന്ന സമയത്ത് വേണമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഒരു അവസരം കിട്ടിയതുകൊണ്ട് മറ്റേ അച്ഛന്മാരോടുള്ളതെന്ന് പറയുക. ഞാൻ തീർച്ചയായും ഇല്ലാതെ എടുത്തതിന് ശേഷം ഒരു 7 ദിവസം പള്ളിയിലോട്ട് വരുമ്പോഴേ ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് ഇരിക്കുന്ന അച്ഛനും കൊച്ചമ്മയും. ഞാൻ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് എക്സ്പെക്ടഡ് ഓഫ് യു. പിറ്റേ ആഴ്ച തൊട്ട് ഞാനിവിടെ എല്ലാ ആഴ്ചയും ഒരു ക്ലീനിങ് ലേഡി ക്ലീൻ ചെയ്യത്തക്കോളം ഹോബിയാണ് പറയാൻ ശ്രമിച്ചത്. അത്രമാത്രം ഡെഡിക്കേഷനുള്ള ഒരു അച്ഛനും കൊച്ചമ്മയും. അവരുടെ സാന്നിധ്യം, അവരുടെ നേതൃത്വം നമ്മുടെ ഇടവയ്ക്കും നമ്മുടെ ദേശത്തിനും ഞങ്ങൾക്ക് വ്യക്തിപരമായ രീതിയിലും അനുഗ്രഹമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ജോർജ് ജോൺസിന് എല്ലാ കാര്യത്തിലും ഞങ്ങൾ വന്ന നാൾ തൊട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ വളരെ നല്ല ഒരു കുടുംബ സുഹൃത്താണ്. ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛനിൽ നിന്ന് ഒരുപാട് തിരക്കിട്ട പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എത്ര തിരക്കായാലും അച്ഛൻ വേണം, അച്ഛനില്ലാതെ ഞങ്ങൾക്ക് യാതൊരു ഒരു സെലിബ്രേഷനും ഇല്ല എന്ന് പറയുന്നതായി. അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നല്ല വാക്കുകൾക്കും പ്രത്യേകമായിട്ട് നിങ്ങളുടെ കുടുംബത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ സുഖുവച്ചൻ ആദ്യം എനിക്ക് ടെക്സ്റ്റ് ചെയ്തു, സോറി ഐ ഹാവ് അനദർ കമ്മിറ്റ്മെന്റ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഉപവാസപ്രാർത്ഥനയ്ക്ക് അച്ഛനോട് ചോദിച്ചു, യേശാവ് അപ്പനോട് ഇത് ചോദിക്കുന്നുണ്ട്, അപ്പ എനിക്ക് വേണ്ടി ഒരു അനുഗ്രഹവും നീ ബാക്കി വെച്ചിട്ടില്ലയോ? അതുപോലെ ഞാൻ അച്ഛനോട് പറയാം, അച്ഛൻ ഒരു അല്പസമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടില്ലേ? ഉടനെ അച്ഛനും കൃഷ്ണനോട് പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി താമസിച്ചാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൂടി വരാൻ എത്തിയേച്ചാൽ വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു യു. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ പാസ്റ്റർ KC ജോൺ, പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇടപെട്ട നാളുകൾ നല്ല സുഹൃബന്ധം പുലർത്തുന്നുണ്ട്. അവരുടെ സഭയിലുള്ള എല്ലാവരുമായിട്ടുള്ള ബന്ധമുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ഏത് കാര്യത്തിൽ വിളിച്ചാലും ഒരു വിരുന്നായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹീതമാണ്. പാസ്റ്റർ വി ആർ വെരി താങ്ക്ഫുൾ ടു യു. കൂടാതെ കാനഡയിൽ നിന്നായിട്ടുള്ള നമ്മുടെ മിസ്റ്റർ ഡാനിയൽ കുര്യൻ, അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ ഇൻലോസ് ഇവിടെയുണ്ട്, ഹൂസ്റ്റണിൽ നിന്ന് അങ്കിൾ വാഞ്ചി ഇവിടെയുണ്ട്. അവരുടെ സാന്നിധ്യം, മറ്റ് പ്രിയപ്പെട്ടവരുടെയൊക്കെ സാന്നിധ്യം. ഇന്ന് ഞാൻ ഓർത്ത് സാധാരണഗതിയിൽ ഇവിടെ എല്ലാ സമയത്തും ടൈറ്റസും കുസുമൊക്കെ കാണുന്നു. അപ്പോൾ ഈ ആഴ്ച അവരിവിടെ ഇല്ലല്ലോ എന്ന് ഓർത്തിരുന്നു. എന്നാലും ഞാൻ ഒരു ഇൻവിറ്റേഷൻ അയച്ചേക്കാം. അപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ ഒരു ദിവസം മുമ്പേ ഇവിടെ എത്തുന്നുണ്ട്. ഞാൻ സോ ഗ്രേറ്റ്ഫുൾ. ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ നിമിത്തമാണ്, നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ അതിലൊക്കെ കൂടുതലായിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് പ്രസിഡന്റിൻ്റെ സഹോദരനും സഹോദരനെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം, വി ആർ വെരി മച്ച് അപ്രീഷിയേറ്റ് യുവർ പ്രസൻസ്. വി ആർ ബ്ലെസ്ഡ് വിത്ത് യുവർ പ്രസൻസ് ആൻഡ് പ്രൈസ്. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ആൻഡ് ജോയിനിങ് വിത്ത് us. മറ്റു നിങ്ങളെല്ലാവരും വളരെ തിരക്കിട്ട ഒരു വീക്കെൻഡായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മറ്റു നിങ്ങൾ വന്ന് ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുവയ്ക്കാനായിട്ട് വന്നു കഴിയുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. We are grateful to you for the videography and also for the photography and all the other volunteers. Thank you so much and please pray for us. പ്രത്യേകിച്ചും സഹോദരങ്ങളെല്ലാം ഇതുവരെ ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾക്ക് കഴിയാൻ കഴിയുന്നത് സമൂഹത്തിൽ പലപ്പോഴും അസൂയ ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഏറ്റവും സുദൃഢമായി മുന്നോട്ട് പോകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ ഇടവകങ്ങളോട് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. Thank you so much. Next, we're going to wrap up. We'll end the program with a prayer by Pastor KC John and benediction by Reverend George John. ഞങ്ങളുടെ പ്രാർത്ഥനയിലും ഈ സദസ്സാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാരെല്ലാവരും ചേർന്നാണ് ഇവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി പോകുന്നത്. ഈ യുവ ദമ്പതിമാരിപ്പോൾ എഴുന്നേറ്റിരിക്കും.
എല്ലാവരും ഒന്നിച്ച് ആത്മാർത്ഥമായി ദൈവത്തിന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സുഖസ്ഥപിതാവേ, ഞങ്ങൾ വന്നിരുന്ന സമയം മുതൽ ഇതുവരെയും നിന്റെ സാന്നിധ്യം കൊണ്ട് അവിടുന്ന് ഞങ്ങളെ അലങ്കരിച്ചതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യും. വിശേഷാൽ പ്രിയ ഭൗര്യത്തിന്റെയും പ്രിയ സഹോദരിയുടെയും കുടുംബ ജീവിതത്തിൽ 50 വർഷക്കാലം പിന്തുടരാൻ അവിടുന്ന് ഇടയാക്കിയ ജീവിതത്തിലേക്കായി സ്തോത്രം ചെയ്യും. അവരുടെ ജീവിതത്തിൽ അനേകവിധമായ വൈദ്യുതികൾ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഈയിൽ കൂടി കടന്നു പോകേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരുവെള്ളം വരെ മുക്കിക്കളയേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആരോടും പറയാൻ കഴിയാത്ത അനേക മാനസിക പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവെ, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഈ ദേശത്തേക്ക് കടന്നു വന്ന് ഇവിടെ ദേശത്ത് നല്ല സാക്ഷ്യം വഹിപ്പാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഉപയോഗിക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പുതിയ വർഷം അവർക്ക് അനുഗ്രഹത്തിന്റെ വർഷമാക്കണം. ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഇവരെ ആസ്വദിക്കുമാറാണ്. സകലവിധമായ രോഗങ്ങളിൽ നിന്നും ദുഃഖം നിന്നും വിടുവിച്ച് കാത്തു കൊടുക്കണേ. സന്തോഷകരമായ ഓരോ ദിവസവും അവിടെ നൽകി കൊടുക്കണമേ. കർത്താവെ, ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധമായ വൈകല്യങ്ങളെ അവിടുന്ന് മാറ്റി കൊടുക്കണമേ. അവിടുത്തെ വരവ് താമസിക്കുന്നുണ്ട്. അനേകർക്ക് പ്രയോജനപ്പെടുവാൻ, കുടുംബത്തിന്, ദേശക്കാർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെയും പ്രയോജനപ്പെടുവാൻ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സ് ഒന്നിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ മക്കളെയും ബന്ധുമിത്രാളെയും ഇരു കുടുംബത്തിന്റെയും ചാർച്ചക്കാരെ എല്ലാം അനുഗ്രഹിക്കണമേ. ഈ സഭയെ ആസ്വദിക്കണമേ. വിശേഷാൽ ഈ സഭ ഈ ഇടവകയിലെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് പ്രിയ അച്ഛനെയും കർത്താവെ സഹോദരനെയും ഒരുക്കുന്നവർ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കൊണ്ടുവന്ന എല്ലാ അച്ഛന്മാർക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഇതെല്ലാവരെയും അനുഗ്രഹിച്ചയക്കണമേ. വിശേഷാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർ നിർമ്മിച്ചിരിക്കുന്നതായ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കണമേ. ഭക്ഷിച്ച് വിലപ്പെടുവാൻ സഹായിക്കണമേ. വിശുദ്ധ കാണുന്ന അക്കുലാസിനെയും ക്രിസ്തുവിനെയും പോലെ ഇവരനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രവേശിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകട്ടെ.